everyone, welcome back to another episode. അപ്പോൾ മുടിയെ കുറിച്ചിട്ട് നിങ്ങൾ ചിന്തിച്ചേക്കുന്ന കുറേ തെറ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ലെറ്റ്സ് അൺകവർ ദി മിത്സ്. അതിലൊന്നാമത്തെ കാര്യമാണ് നമ്മൾ ഇപ്പം മുടി കട്ട് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മുടി വളർന്നു വരുമെന്ന് പറയുന്നത്. പക്ഷേ അത് തെറ്റായിട്ടുള്ള കാര്യമാണ്. നമ്മളിപ്പോൾ മുടി അറ്റത്ത് കൊണ്ടിട്ട് കട്ട് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് മുടി അവിടെ നിന്ന് വളർന്നു വരത്തില്ല. കാരണം നമ്മുടെ മുടി വളരുന്നത് റൂട്ടിൽ നിന്നിട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മുടിയുടെ തുമ്പ് കട്ട് ചെയ്തെന്ന് വെച്ചിട്ട് അവിടെ നിന്ന് മുടി വളരാൻ പോകുന്നില്ല. പക്ഷേ നിങ്ങളുടെ മുടിയുടെ അറ്റം കട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ട്രിം ചെയ്യുന്നത് ഇപ്പം നിങ്ങൾക്ക് സ്പ്ലിറ്റൻസ്, മുടിയുടെ സ്പ്ലിറ്റൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറാനായിട്ട് സഹായിക്കും. എന്നിരുന്നാലും നമ്മളിപ്പോൾ മുടി കട്ട് ചെയ്തെന്ന് പറഞ്ഞിട്ട് ഒരിക്കലും അത് വളർന്നു വരാനായിട്ട് പോകുന്നില്ല. ഇനി നിങ്ങൾക്ക് പെട്ടെന്ന് മുടി വളരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്കാൽപ്പിന്റെ ഹെൽത്താണ് നോക്കേണ്ടത്. ഒരിക്കലും മുടി കട്ട് ചെയ്തെന്ന് വെച്ചിട്ട് മുടി വളരില്ല. ഇനി അടുത്ത കാര്യമാണ്, ഒരുപാട് മുടിയിട്ട് ഇങ്ങനെ ചീകിക്കൊണ്ടിരുന്നാൽ മുടിക്ക് ഒരു തിളക്കം കിട്ടുമെന്നുള്ളത്. എന്നും പറഞ്ഞുകൊണ്ട് ഒരുപാടായിട്ട് മുടി ചീകാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ മുടി കിളിക്കൂട് പോലെ ആവുകയും ചെയ്യും, മുടിക്ക് സ്പ്ലിറ്റൻസ് വരികയും ചെയ്യും. അല്ല, നമുക്ക് എവിടെ നിന്ന് ഈ അന്ധവിശ്വാസങ്ങളൊക്കെ കിട്ടുന്നത്? ഓഫ് കോഴ്സ് ഓൾഡ് പീപ്പിൾസിൽ നിന്നിട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സയൻറ്റിഫിക് ആയിട്ട് അതിലെന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണം അത് വിശ്വസിച്ച് പോരാനായിട്ട്. അപ്പം നമ്മൾ പറഞ്ഞു തന്നിട്ടുള്ള കാര്യം ബ്രഷിങ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കിപ്പം നിങ്ങളുടെ മുടി ഒന്ന് സ്റ്റൈൽ ചെയ്യണമെന്ന് അത്യാവശ്യമായിട്ടുള്ള ഘടകങ്ങൾ മാത്രമേ അങ്ങനെ ഒന്ന് ബ്രഷ് ചെയ്യാവുള്ളൂ. അല്ലാണ്ട് ഇന്ന് ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുടി കിളിക്കൂട് പോലെ ആയിട്ട് ഫ്രിസ് ആയിട്ട് ഇരിക്കും. പിന്നെ നമ്മൾ കേട്ടിട്ടുള്ള ഒരു കോമൺ ആയിട്ടുള്ള കാര്യമാണ് എന്നും കുളിക്കണം എന്ന് പറയുന്നത്. അല്ല, കുളിക്കണം, ഞാൻ കുളിക്കണ്ടെന്നല്ല പറഞ്ഞത്. ഇപ്പോൾ എന്നും നമ്മൾ ഹെയർ വാഷ് ചെയ്യണം എന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ? പക്ഷേ ഇപ്പം നമ്മൾ എന്നും ഇങ്ങനെ ഹെയർ വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പം നമ്മളെന്നും ഷാമ്പു ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടാവും, ചിലപ്പോൾ എന്നും ഷാമ്പു ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മുടെ തലയിൽ പെട്ടെന്ന് തന്നെ ഡ്രൈ ആവും. അതുപോലെ തന്നെ ഹെയറിൽ നമുക്ക് ഓൾറെഡി ഉള്ള നാച്ചുറൽ ആയിട്ടുള്ള ഓയിലൊക്കെ പോയിട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ ഓവറായിട്ട് ഓയിലൊക്കെ പ്രൊഡ്യൂസ് ആവും. അതുകൊണ്ട് തന്നെ ആഴ്ചയിൽ ഒരു 2-3 വട്ടം മാത്രം ഹെയർ വാഷ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ചില കുളിക്കാൻ മടിയുള്ള ആൾക്കാർക്കൊക്കെ ഇത് കേൾക്കുമ്പോൾ ഒരു സന്തോഷമായിരിക്കും. പക്ഷെ ഞാൻ ഹെയർ വാഷ് ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞത്. മേല് കഴുകണത് അതെന്നും നിങ്ങൾ കഴുകണം. പിന്നെ ഉള്ളൊരു കാര്യമാണ് ഒരു നരച്ച ഇപ്പം നമ്മുടെ മുടിയിൽ നരച്ച മുടി വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഇപ്പോൾ ഒന്നാണെങ്കിലും ശരി നമ്മളത് പറിച്ചെടുക്കുകയാണെങ്കിൽ മുടി മൊത്തത്തിൽ നരയ്ക്കും എന്നുള്ളത്. പക്ഷെ അതെങ്ങനെയാണ് നരയ്ക്കുന്നത്? ഡു യു ഹാവ് എനി പ്രൂഫ്? ഓൾഡ് പീപ്പിൾസ്. അതിൻ്റെ സയൻറ്റിഫിക്കലായിട്ട് കാര്യം ഞാൻ പറഞ്ഞുതരാം, ക്ഷമയോടെ കേട്ടിരിക്കണം. ഇപ്പം നമ്മുടെ ഹെയർ വളരുന്നത്, ഇപ്പോൾ ഒരു ഹെയർ വളരുന്നത് അതിൻ്റെ സ്വന്തമായിട്ടുള്ളൊരു ഹെയർ ഫോളിക്കിൽ നിന്നിട്ടാണ്. അപ്പം അത് വേറൊരിടത്ത് നര വന്നെന്ന് വെച്ചിട്ട് ഇത് ബാക്കി എല്ലാ മുടിയും ബാധിക്കില്ല. ഇങ്ങനെ ഒരു സംഭവം വരാൻ തുടങ്ങിയത് തന്നെ ആൾക്കാർ നരയ്ക്കാൻ തുടങ്ങിയപ്പോഴാണ്. ആൾക്കാർ നരയ്ക്കാൻ തുടങ്ങിയപ്പോൾ ഓരോന്നൊക്കെ പറഞ്ഞങ്ങ് ഉണ്ടാക്കുക അല്ലേ? നര എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ ഏജിങ് കൂടുന്തോറും നമുക്കും നര വരും. അത് സ്വാഭാവികമുള്ള കാര്യമാണ്. ഇനി അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഒരിക്കലും അത് പറിച്ചു കളയാനായിട്ട് നിൽക്കരുത്. പകരം സെമി ഡൈ ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഇനി അടുത്തൊരു കാര്യമാണ്, ഇപ്പം നമ്മൾ ഷാമ്പു ഉപയോഗിച്ചിട്ട് കണ്ടീഷണർ ഉപയോഗിക്കാൻ പാടില്ല. കണ്ടീഷണർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ ഗ്രീസി ആയിട്ട് ഇരിക്കും എന്നുള്ളത്. പക്ഷേ ഒരുപാട് കണ്ടീഷണർ എടുത്ത് പൊത്തരുത്. വാരിപ്പൊത്തി കഴിഞ്ഞാൽ അതെന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഒക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ അത് മുടിയിൽ ആണ് തേക്കേണ്ടത്. തലയോട്ടിയിൽ കൊണ്ടിട്ട് തേക്കാൻ നിന്ന് കഴിഞ്ഞാൽ മുടി കൊഴിയും. പിന്നെ നിങ്ങൾക്ക് മുടി ഗ്രീസി ആയിട്ട് തോന്നുന്നത് ഇപ്പോൾ സെബേഷ്യസ് ഗ്ലാൻഡ് ഒക്കെ ഓവർ ആക്റ്റീവ് ആയിട്ട് ഇരിക്കുമ്പോഴാണ്. അത് സയൻറ്റിഫിക്കലി ഞാൻ പറഞ്ഞതാണ്. അത് കാര്യം കണ്ടോ. ഇപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ കണ്ടീഷണർ യൂസ് ആക്കുമ്പം ഇവിടെ നിന്ന് നമ്മുടെ തലയോട്ടിയിൽ നിന്ന് അവിടെ നിന്നേ തുടങ്ങാതെ അപ്പം മിഡ് പാർട്ട് വെച്ചിട്ട് നിങ്ങൾ കണ്ടീഷണർ യൂസ് ആക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി അടുത്തൊരു കാര്യമാണ്, നമുക്കിനിയിപ്പോൾ സ്പ്ലിറ്റൻസ് വന്നു കഴിഞ്ഞാൽ നമുക്കത് ഒട്ടിച്ച് വയ്ക്കാൻ പറ്റും എന്നുള്ളത്, നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. സ്പ്ലിറ്റൻസ് വന്നാൽ ഏത് പശ വെച്ചാണ് ഒട്ടിച്ച് വയ്ക്കാൻ പറ്റുന്നത്? ഒരു പ്രൊഡക്റ്റിനും ടെമ്പറലി ഇപ്പം സ്പ്ലിറ്റൻസിനെ ഫിക്സ് ചെയ്ത് വെക്കാനായിട്ട് പറ്റത്തില്ല. ചില സിറംസ് അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ യൂസ് ആക്കുമ്പം സ്മൂത്ത് ആക്കാനായിട്ട് പറ്റും. പക്ഷേ അവിടുത്തെ ഡാമേജ് അപ്പോഴും അവിടെ തന്നെ ഉണ്ടാവും. പിന്നെ അടുത്തൊരു കാര്യമാണ്, ഓയിലി ഹെയറിൻ്റെ കണ്ടീഷണർ യൂസ് ആക്കാൻ പാടില്ല എന്ന് പറയുന്നത്. ഇപ്പോൾ കണ്ടീഷണർ സ്കിപ്പാക്കുന്ന തന്നെ നിങ്ങളുടെ ഹെയർ ഡ്രൈ ആക്കാനായിട്ട് പറ്റുന്ന ഒന്നാണ്. എസ്പെഷ്യലി അറ്റ് ദ എൻഡിൽ നന്നായിട്ട് ഡ്രൈ ആക്കും. അതുകൊണ്ട് ഓയിലി ഹെയർ ആണെങ്കിലും എന്താണെങ്കിലും കണ്ടീഷണർ യൂസ് ആക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഓവർ ആക്റ്റീവ് ആയിട്ടുള്ള ഓയിൽ ഗ്ലാൻഡ്സ് ആണ് ഹെയറിനെ കുറച്ചും കൂടെ ഓയിലി ആക്കുന്നത്, പക്ഷേ കണ്ടീഷണർ അല്ല. പിന്നെ നമ്മൾ വിശ്വസിക്കുന്നൊരു കാര്യമാണ്, തണുത്ത വെള്ളം യൂസ് ആക്കിയാൽ ഹെയർ കുറച്ചും കൂടെ തിളക്കമുള്ളതാകുമെന്നുള്ളത്. ഇനി നിങ്ങൾക്ക് മനസ്സിലാവാത്ത കുറച്ച് കാര്യം ഞാൻ പറഞ്ഞു തരാം, എന്നാലും കേട്ടിരിക്കാം.
ഇപ്പോൾ കോൾഡ് വാട്ടർ ഹെയർ ക്യൂട്ടിക്കിൾസിനെ ഫിസിക്കലി ക്ലോസ് ആക്കുന്നില്ല. അത് ഹെയർ മെയ്ഡ് ചെയ്തേക്കുന്നത് കെരാറ്റിൻ കൊണ്ടിട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ ടെമ്പറേച്ചർ ചേഞ്ചസിനെ അത് കോൺട്രാക്റ്റിനെ ബാധിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ വാം വാട്ടർ വെച്ചിട്ട്, വാം വാട്ടറാണ്, ഹോട്ട് വാട്ടർ എടുത്ത് തലയിൽ കമത്തി കഴിഞ്ഞാൽ പൊള്ളിപ്പോവും. അതുകൊണ്ട് തന്നെ വാം വാട്ടർ വെച്ചിട്ട് ഹെയർ വാഷ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ അടുത്ത കാര്യമാണ്, നിങ്ങളിപ്പോൾ കുളിച്ച് കഴിഞ്ഞാൽ ഹെയർ ഡ്രൈ ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയൊരു മാർഗ്ഗം എന്ന് വെച്ചാൽ ടവൽ വെച്ചിട്ട് ഇങ്ങനെ മുടിയിൽ ഉരയ്ക്കുന്നതാണ് നല്ലത്. റെഗുലറായിട്ട് ടവൽ വെച്ച് മുടിയിലിട്ട് ഇങ്ങനെ ഉരയ്ക്കുന്നത് നിങ്ങളുടെ മുടി നല്ല ഡാമേജ് ഉണ്ടാക്കും എന്നുള്ളത് എപ്പോഴും ഓർക്കുക. അതിന് പകരമായിട്ട് നിങ്ങൾക്ക് മൈക്രോ ഫൈബർ ടവൽസ് ഒക്കെ ഉപയോഗിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് പഴയ കോട്ടൺ ടീഷർട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് പാഡ് ഡ്രൈ ചെയ്യാനായിട്ട് യൂസ് ആക്കാം. പിന്നെ ഇപ്പോൾ നിങ്ങൾക്ക് പോസിബിൾ ആണെങ്കിൽ അതിന് മുടി അതിൻ്റെതായ രീതിക്ക് ഉണങ്ങാനായിട്ട് അങ്ങ് വിട്ടേക്കാം. അടുത്തൊരു കാര്യം നമ്മൾ തെറ്റായിട്ട് വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരുപാട് ഷാമ്പു ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ സ്കാൽപ്പ് അല്ലെങ്കിൽ തല ഒരുപാട് ക്ലീൻ ആയിട്ട് കിട്ടുമെന്നുള്ളത്. അങ്ങനെ വിചാരിച്ചിട്ട് കുറേ ഷാമ്പു വാരി തേക്കുന്നവരുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങനെ കുറേ വാരി തേക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ ഓവറായിട്ട് വാരി തേക്കുന്നത് ചിലപ്പോൾ നമ്മുടെ ഹെയറിൽ നാച്ചുറൽ ഓയിൽ സ്ട്രിപ്പ് ആക്കിയിട്ട് റെസിഡ്യൂ ഒക്കെ ലീവ് ചെയ്തിട്ട് കുറേ ഓയിൽ പ്രൊഡ്യൂസ് ആക്കാനായിട്ട് കാരണമാക്കും, അല്ലെങ്കിൽ ഡ്രൈ ആയിട്ട് വയ്ക്കാനായിട്ട് കാരണമാക്കും. അപ്പം നമ്മുടെ ഹെയർ ക്ലീൻ ആക്കാനായിട്ട് വളരെ ചെറിയ എമൗണ്ട് മാത്രം മതി. ഒരുപാട് വാരി ഷാമ്പു ഒന്നും തേക്കാൻ നിൽക്കരുത്. സ്കാൽപ്പിൽ മാത്രം വളരെ കുറച്ച് എമൗണ്ട് ഷാമ്പു തേച്ചാൽ മതി. അല്ലാണ്ട് മുടിയിൽ മൊത്തത്തിലെടുത്ത് തേക്കാൻ നിൽക്കണ്ട. കാരണം നിങ്ങളുടെ സ്കാൽപ്പിൽ മാത്രം ക്ലീൻ ആക്കുന്ന ഫോക്കസ് ചെയ്താൽ മതി. ബാക്കി നിങ്ങൾ വാഷ് ചെയ്യുമ്പോൾ അത് തനിയെ മുടി മൊത്തത്തിൽ ക്ലീൻ ആയിക്കോളും. ഫൈനലായിട്ട് കുറച്ച് ടിപ്പും കൂടെ ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ മുടി നന്നായിട്ട് വെക്കാനായിട്ട് നിങ്ങളൊരു സിൽക്ക് പില്ലോ കേസ്, അതായത് സിൽക്ക് തലയണ കവർ ഉപയോഗിക്കാനായിട്ട് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ബ്രേക്കേജ് ഒക്കെ കുറഞ്ഞു കിട്ടും. ഇനി നിങ്ങൾ ഹീറ്റ് വെച്ച് ഹെയർ സ്റ്റൈൽ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഹീറ്റ് ഉപയോഗിക്കുന്നുണ്ട് തന്നെ മുടിക്ക് ഡാമേജ് പലതും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഒരു ഹീറ്റ് പ്രൊട്ടക്റ്റിംഗ് സ്പ്രേ എപ്പോഴും ഉപയോഗിക്കാനായിട്ട് യൂസ് നോക്കുക. പിന്നെ വീക്കിലി ഹൈഡ്രേഷന് വേണ്ടിയിട്ട് ഒരു ഡീപ്പ് കണ്ടീഷനിങ് എന്തായാലും ചെയ്യുക. പിന്നെ ഹെയർ ഗ്രോത്തിനും സർക്കുലേഷനൊക്കെ വേണ്ടിയിട്ട് ഹെയർ മസാജ് ചെയ്യാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക. ഇടയ്ക്കിടയ്ക്കുള്ള സൗണ്ട് ഒന്ന് അവോയ്ഡ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ ഇത്രയാണ് 10 കാര്യങ്ങൾ നമ്മൾ ഹെയറിനെ കുറിച്ചിട്ട് തെറ്റിദ്ധരിച്ച് വെച്ചേക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതുപോലുള്ള മോർ വീഡിയോസിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ബൈ.